വയനാട് കൽപ്പറ്റയിൽ വാഹനാപകടം. മഞ്ചേരി സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുൻ ചെയർമാൻ OMA സലാമിന്റെ മകളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയുമായ ഫാത്തിമ തസ്കിയ ആണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. മെഡിക്കൽ ഹെൽത്ത് ക്ലബ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റയിൽ പോയി തിരിച്ചുവരുന്നതിനിടെയാണ് അപകടം. പിണങ്ങോട് നിന്നും പൊഴുതന 6-ാം മൈലിലേക്ക് പോകുന്ന റോഡിലെ വളവിൽ ഇന്നലെ രാത്രി 10 മണിയോടെ തസ്കിയ സഞ്ചരിച്ച സ്കൂട്ടർ റോഡിൽ നിന്നും താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അജ്മിയയ്ക്ക് പരിക്കേറ്റു. ഇവരെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഉമ്മ പെട്ടെന്നൊരു ദിവസം തീരെ വയ്യാണ്ടായി. വെന്റിലേറ്ററിൽ കയറ്റി. ഡോക്ടേഴ്സ് പറഞ്ഞു വെറും 0.5%. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സൊക്കെ കരയാണ്. ഒരുപാട് കാലമായിട്ട് എന്റെ ഉമ്മ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഡോക്ടേഴ്സൊക്കെ എന്റെ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആൾക്ക് ബോധമില്ല, 4 ദിവസം അയാൾ കോമയിലാണ് കിടക്കുന്നത്, ഇനി വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. നമ്മളെ മുസ്ലിം ആചാരപ്രകാരം നമ്മൾ യാസീനോ ഒന്നുമില്ലെങ്കിൽ കലിമ ചൊല്ലിക്കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഒരു ഡോക്ടർ വന്നു. ഡോക്ടർ ഗീത, അറിയുന്നുണ്ടാവും, മിംസിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ബാബായുടെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു സർജറി ചെയ്ത് നോക്കാം, എന്താവുന്ന നമുക്ക് പറയാൻ പറ്റൂല, പക്ഷെ നമുക്ക് ചെയ്തു നോക്കാം. കൺസെന്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഈ ഒരു പെർമിഷൻ ലെറ്റർ ഇല്ലാതെ നമുക്കൊരു സർജറി ചെയ്യാൻ പറ്റൂല. ആ ഒരു ഡോക്ടർ കൺസെന്റ് ലെറ്റർ പോലും ഇല്ലാണ്ട് എന്റെ ഉമ്മാനെ പെട്ടെന്ന് ഇതിലേക്ക് മാറ്റി. ചെറിയൊരു ഹോപ്പ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ആള് നമുക്ക് തിരിച്ചു കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അവിടെ വെച്ച് മരണപ്പെടും. എന്റെ വാപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. കൺസെന്റ് ലെറ്റർ ഇല്ലാണ്ട് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഡോക്ടർ എടുത്ത തീരുമാനം എന്റെ ഉമ്മാനെ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോ ഇന്ന് എന്റെ പ്രാർത്ഥനയുടെ ഉള്ളില് എപ്പോഴും ആ ഒരു ഡോക്ടർ കടന്നു വരും, പടച്ചോനെ എനിക്ക് ഉമ്മാന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ എന്റെ താഴെയുള്ള 3 പേർക്ക് ഉമ്മാന്ന് വിളിക്കാൻ ഒരാളെ തിരിച്ചു തന്നത് ആ ഒരു ഡോക്ടറുടെ മനോധൈര്യമായിരുന്നു. പൈസക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം, പൈസ പിഴിഞ്ഞെടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം. നേരത്തെ പറഞ്ഞതിൽ കോവിഡ് സമയത്ത് പേഷ്യന്റ് ഛർദ്ദിച്ചതിൽ അതിലൊരു നാണയത്തൊട്ട് തരുന്ന ഡോക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവരുടെ യാതൊരു റെപ്യൂട്ടേഷനും ബാധിക്കാതെ ഒന്നും നോക്കാതെ എന്റെ ഉമ്മാന് തിരിച്ചു തന്ന ഡോക്ടർക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് ഞാൻ എടുത്ത തീരുമാനമല്ലോ, ഞാൻ ഡോക്ടറെ ആവൂ. എവിടെങ്കിലും ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ കിടന്നിട്ട് ഒരാളെ രക്ഷിച്ചതിന്റെ പേരിൽ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കിട്ടുവാണെങ്കിൽ അതിനേക്കാൾ നല്ലതൊന്നുമില്ല. അങ്ങനെയാണ് ഡോക്ടർ എന്നുള്ള ആഗ്രഹം വെക്കുന്നത്.